തലസ്ഥാന നഗരിയിൽ സിഗ്നൽ വീണാൽ റോഡും നടപ്പാതയും തിരിച്ചറിയാനാകാത്ത വിധം വാഹനങ്ങൾ ചീറിപ്പായും. നടപ്പാതകൾ കയ്യേറിയുള്ള അനധികൃത പാർക്കിംഗ് കൂടി ആയതോടെ കാൽനടയാത്രക്കാർ ജീവൻ കയ്യിൽ പിടിച്ച് റോഡിലിറങ്ങേണ്ട അവസ്ഥയുമുണ്ട്. നഗരത്തിന്റെ മിക്കയിടങ്ങളിലും ആവർത്തിക്കുന്ന ഈ നിയമലംഘനത്തിന് മുന്നിൽ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്ന ആക്ഷേപം കൂടിയുണ്ട് ജനങ്ങൾക്ക്. അവിടെ നിന്നൊക്കെ കാണാൻ കഴിയുന്ന കാഴ്ച എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നേരത്തെ ഒരു സന്തോഷം ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അർജുൻ കല്യാണിനോട് ഞാൻ കോഴിക്കോട്ടെ കാര്യം ചോദിച്ചപ്പോൾ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് അവിടെ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ സ്ഥിതി എന്നുള്ളതാണ് ചോദിച്ചത്. പക്ഷെ അർജുൻ പറഞ്ഞത് ആ കാഴ്ചയിൽ കുറെ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറ്റം വരണം എന്നാണല്ലോ നമ്മളും വിചാരിക്കുന്നത്. ഇനി തലസ്ഥാനത്ത് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് നമുക്ക് ചോദിക്കാം. ആഷിൻ ഡിയേഗോയും സാന്ത്വന സജുവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് തലസ്ഥാനത്തെ കാഴ്ച? ഇതിപ്പോ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ഫുട്പാത്തൊക്കെ കയ്യേറുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടോ അതോ തുടരുന്നുണ്ടോ? അത് ഞാനുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ കിഴക്കേക്കോട്ട ഭാഗത്താണ്. ഈ വാർത്തയൊന്നും ഇവരെ കണ്ടതായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിവിടെ ഒരു 15 മിനിറ്റോളം ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ നിരവധി നിയമലംഘനങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പലരും ഒരു നിയന്ത്രണവുമില്ലാതെ ഈ കാണുന്ന ഫുട്പാത്തിലൂടെ വാഹനങ്ങൾ അതിവേഗത്തിലെത്തി ഇവിടെ നിന്നും തിരിഞ്ഞ് നേരേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനിടയിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം കോളേജ് വിദ്യാർത്ഥികളടക്കം സ്കൂളും കോളേജും ഒക്കെ വിട്ട് നടന്നു പോകുന്നതും നമുക്ക് കാണാം. ഇതിനിടയിലൂടെ വേണം ഈ വാഹനങ്ങൾക്കിടയിലൂടെ വേണം ഈ വിദ്യാർത്ഥികൾക്ക് പോകാൻ എന്നുള്ളതാണ് ഏറ്റവും ദയനീയ അവസ്ഥ. ഞാൻ തൊട്ടു മുമ്പ് എന്നെ ലൈവിന് വേണ്ടി ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പയ്യൻ അതിവേഗത്തിൽ അവിടെ നിന്നും ഒരു ആക്റ്റീവ് വാഹനത്തിൽ കയറി വന്ന് നമ്മുടെ മുന്നിലൂടെ ഒരു കൂസലുമില്ലാതെ അവനങ്ങ് പോവാണ്. അവനിതൊന്നും ബാധകമല്ല, നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ എന്നൊരു മനോഭാവത്തോട് കൂടിയൊക്കെയാണ് അവൻ പോകുന്നത്. മിക്ക ആളുകളും ഇത് തന്നെയാണ് ഈ അവസ്ഥ. ഞാൻ അശ്വിനിലേക്ക് തിരിച്ചു വരാം. എന്തൊരു കഷ്ടമാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത ഇത്രയും സജീവമായി ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് അശ്വിൻ ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെച്ച് തരുന്നതിനിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇടയിൽ കൂടി ഇതേ ഫുട്പാത്തിലൂടെ ആളുകൾ ഇങ്ങനെ വേഗത്തിൽ കടന്നു പോകുന്ന കാഴ്ചയെക്കുറിച്ചാണ് അശ്വിൻ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ആ ദൃശ്യങ്ങളുണ്ട്, നമുക്കൊന്ന് കാണാം. ദൃശ്യങ്ങൾ. അപ്പോൾ ആരെന്തു പറഞ്ഞാലും സമൂഹം എങ്ങനെ ചർച്ച ചെയ്താലും ഇങ്ങനെ തന്നെ പോവുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് തോന്നുന്നു. മാറണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇങ്ങനെ ഒരു തവണ ഇങ്ങനെ ചെയ്തു. ഇപ്പൊ ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായും ആ ചെറുപ്പക്കാരൻ കാണുന്നുണ്ടാകും. താൻ എത്ര മോശം മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ഒരുപക്ഷെ ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടി ആയിരിക്കും ഇതെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടുപിടിക്കുക, അതിന് നടപടി ഉണ്ടാവുക, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ എങ്ങനെയാണ് അതല്ലേ നമുക്കാണ് തിരിച്ചറിയേണ്ടത് നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന്. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞൊരു മാറ്റം വരികയാണെങ്കിൽ നമ്മുടെ സന്തോഷം അതാണ്. നമ്മൾ ഈ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആരെയും പിടിച്ച് ശിക്ഷിച്ച് കളയാമെന്നൊന്നും വിചാരിച്ചിട്ടല്ലോ നമ്മൾ വാർത്ത കൊടുക്കുന്നത്. പക്ഷേ ശിക്ഷ വേണ്ടതാണെങ്കിൽ സംവിധാനം നടപടിയെടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുകയും വേണം. അശ്വിൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അശ്വിൻ, മാറുമോ? പ്രതീക്ഷയുണ്ടോ? മധു, ഇത് മോട്ടോർ വാഹന വകുപ്പ് ബീറ്റ് നോക്കുന്ന ഒരാളാണ് ഞാൻ ഈ വാർത്ത കഴിഞ്ഞ ഏതാണ്ട് ഡിസംബർ 26 കൃത്യം പറയുകയാണെങ്കിൽ ക്രിസ്മസിന് തലേന്ന് ഇതേ വാർത്ത ഞാൻ ചെയ്തതാണ്. ഇത് തന്നെ 3 തവണ ഈ ഫുട്പാത്ത് കയ്യേറിയുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ്, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ചത് ഈ ഒരു ചേട്ടൻ ഈ ഫുട്പാത്തിലൂടെ കയറി അങ്ങ് പോവാണ്. അത് ഇവിടുത്തുകാർ ഈ തിരുവനന്തപുരത്തുകാരുടെ പ്രത്യേകത ഈ തിരുവനന്തപുരത്തിന്റെ വേഗതയ്ക്കൊപ്പം ഇവർക്ക് പോകണം എന്നുള്ളതാണ്. ശരിയാണ്, പക്ഷേ നമ്മൾ കാൽനട യാത്രക്കാരുടെ ആ ഒരു സുരക്ഷ കൂടി നമ്മൾ മാനിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം റോഡ് സേഫ്റ്റി മന്താണ്, റോഡ് സേഫ്റ്റി മാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആചാരം ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ പലതരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ അവബോധങ്ങൾ നടക്കുന്നുണ്ട്, പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഭാഗത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ എംബ്ലമായിട്ടുള്ള മോട്ടോയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ കാൽനട യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തിയതുമാണ്. പക്ഷേ എന്നിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധകമല്ല, നിയമങ്ങൾ ബാധകമല്ല എന്നുള്ളതാണ്
ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്നുള്ളതാണ്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും മാറണം. നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ സിവിക് സെൻസ് വേണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ തുല്യ അവകാശമുണ്ട്. പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർ, അവർ പ്രത്യേകിച്ച് അവർക്ക് നൽകിയിട്ടുള്ള ഇടത്തുകൂടിയാണ് നടന്നു പോകുന്നത്. അതിനിടയിലൂടെ ഞാൻ എൻ്റെ വാഹനം കയറ്റണമോ എന്നുള്ളത് ആ വാഹനം ഓടിക്കുന്ന വാഹന ഉടമയാണ് ചിന്തിക്കേണ്ടത്. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം ഏറ്റവും തിരക്കുള്ള ഭാഗമാണ്. ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു പോലീസുകാരോ അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥരോ തൊട്ടപ്പുറത്ത് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള RTO അടക്കം പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർ പോലും ഇവിടെ എങ്ങും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത എന്നുള്ളതാണ്. ഇത്രയും തിരക്ക് പിടിച്ച സ്ഥലത്ത് സിഗ്നൽ പോലും ഇല്ല, എന്നിട്ട് പോലും ഇവിടെ ഉദ്യോഗസ്ഥരില്ല, ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആളില്ല എന്നുള്ളതാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങുന്ന സ്ഥലമാണ്. എനിക്കറിയാം അവിടുത്തെ ഗതാഗത കുരുക്ക് എന്താണ് എന്നുള്ളതൊക്കെ. അതിലേക്ക് കൂടി ഒന്ന് പാസ് ചെയ്ത് പോകണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടേണ്ടതാണ് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന സ്ഥലമാണ്. പക്ഷേ ഓരോ തവണയും നമ്മൾ എന്താണ് വിചാരിക്കുക, ഇതിനൊരു മാറ്റം വരും. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ വരുമ്പോൾ, ആളുകൾ ചോദ്യം ചെയ്യാൻ തയ്യാറാകുമ്പോഴൊക്കെ മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ.